ദേ ആൻറ്റി, ഏതവനായാലും എൻ്റെ ഭാര്യയെ എൻ്റെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ച് എടുത്തുകൊണ്ട് പോകാൻ മാത്രം അവൻ്റെ കോളേജായിപ്പോയി. അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം അവൻ അറിഞ്ഞേനെ. എൻ്റെ റിച്ചു, നീ ഒന്ന് അടങ്ങുന്നുണ്ടോ? അതാണ് ഈ കോളേജിൻ്റെ ഉടമസ്ഥൻ മാർക്കോ സേവ്യർ. അവൻ ഏത് വലിയ പൊന്നുതമ്പരാനാണെങ്കിലും എനിക്കതൊന്നും വലിയ കാര്യമുള്ളതൊന്നുമല്ല. എൻ്റെ ഭാര്യയെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ അവൻ ആരാ? ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു റിച്ചു. ഇവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ സൂര്യ നിന്നുപോയി. ഗായത്രിക്ക് ഒരേ സമയം ദേഷ്യവും ചിരിയും സന്തോഷവും വരുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇവൻ പുറമേ കാണിക്കുന്നത് പോലെയല്ല, ഉള്ളിലെവിടെയോ വലിയൊരു സ്നേഹമുണ്ടെന്ന് ഗായത്രിക്ക് ആ നിമിഷം തോന്നി. അല്ല, ഏത് വകയിലാടാ അവള് നിന്റെ ഭാര്യയാകുന്നത്? നീ ഡിവോഴ്സ് ചെയ്യാൻ നടക്കുമല്ലേ? പിന്നെ അവളെ ആര് പ്രൊട്ടക്റ്റ് ചെയ്താൽ നിനക്കെന്താ? അവളെ ആര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിനക്കെന്താ റിച്ചു? ദേ ആൻറ്റി, വെറുതെ ചൊറിയാൻ നിൽക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഭാര്യയെ തട്ടിയെടുക്കാൻ അവൻ ആര്? ഈ കോളേജിൻ്റെ ഉടമസ്ഥൻ. ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപികരുടെയും കാര്യത്തിൽ ഇത്രയ്ക്ക് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഇമ്മാതിരി കാട്ടായം കാണിച്ചാൽ ഇത് കോളേജാണെന്നോ കോളേജിൻ്റെ ഉടമസ്ഥയാണെന്നൊന്നും നോക്കത്തില്ല ഞാൻ. റിച്ചു, ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട. ഇപ്പോൾ അയാൾ ഒരു ഹെൽപ്പ് ചെയ്തു, അല്ലാതെ മുൻപരിചയം പോലുമില്ലാത്ത സ്ത്രീയെ രക്ഷിക്കേണ്ട കാര്യവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ബാധ്യതയും അയാൾക്കില്ലല്ലോ. ഇത് അയാളുടെ കോളേജ് ആയതുകൊണ്ട് അയാളൊരു അഡ്വാൻറ്റേജ് എടുത്തു, അത്രേ ഉള്ളൂ. എനിക്കൊരു കോപ്പും കേൾക്കണ്ട. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഒരു കസേരയും തട്ടിത്തെറിപ്പിച്ച് അവൻ വെളിയിലേക്ക് ഇറങ്ങി. പുറകെ തന്നെ വാല് പോലെ സൂര്യയുമുണ്ട്. രണ്ടും കൂടി നേരെ ചെന്നു കയറിയത് ക്യാൻറ്റീനിലേക്കാണ്. അവിടെയാണെങ്കിൽ തകർത്തു പിടിച്ച ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രധാന ടോപ്പിക്ക് മാർക്കോയും മാർക്കോയുടെ കയ്യിലുണ്ടായിരുന്ന സ്ത്രീയും തന്നെ. എൻ്റെ ജിത്തു, മലർ മിസ് അങ്ങേരും സൂപ്പറാണ് കേട്ടോ. നമ്മുടെ സിനിമയിലെ ജ്യോതികയും സൂര്യയും പോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് കപ്പിളാണ് അവർ. എൻ്റെ പൊന്നു മോനെ, അത് കറക്റ്റാണ് കേട്ടോ. ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങളാരും കണ്ടില്ലായിരുന്നോ? എന്താ സംഭവിച്ചത്? നീ വല്ലതും കണ്ടായിരുന്നോ? കണ്ടായിരുന്നു എന്നോ? നമ്മുടെ സെക്കൻഡ് പീരീഡ് കഴിഞ്ഞു. ഞാനാണെങ്കിൽ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടക്കുമായിരുന്നു. നമ്മുടെ മലർ മിസ് ആണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഓടി വരുന്നു. നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന പോലെ മേഡത്തിൻ്റെ കാല് സ്ലിപ്പാകുന്നു, നിലത്ത് വീഴും വീഴും എന്ന് പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വരുന്നു. അയാളുടെ ദേഹത്തേക്ക് മേഡം വീഴുന്നു. എന്നിട്ട് ആകാംക്ഷയോടെ എല്ലാവരും അത് ചോദിക്കുമ്പോൾ റിച്ചുവിൻ്റെ മുഖത്താണെങ്കിൽ ദേഷ്യം ഇരച്ചു കയറുകയാണ്. അവൻ്റെ കൈമുഷ്ടി ചുരുട്ടി മേശയിലേക്ക് ആഞ്ഞടിക്കും എന്നുറപ്പായ നിമിഷം പുതിയൊരു വാർത്തയ്ക്ക് സമയം കൊടുക്കാതെ സൂര്യ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എൻ്റെ മിഥുനൻ, നീ കൂടുതൽ സസ്പെൻസ് ഇല്ലാതെ ബാക്കി കൂടെ പറ. അതായിരുന്നു എന്നറിയാമോ എൻ്റെ മക്കളെ, നമ്മുടെ മാർക്കോ ചേട്ടൻ അങ്ങനെ പൂ പറിക്കുന്ന ലാഘവത്തോടെയല്ലേ മേഡത്തെ ചേർത്ത് പിടിച്ചത്. പക്ഷെ എന്നെ പറയാൻ, അങ്ങയുടെ കാല് സ്ലിപ്പായതാണോ അതോ മേഡത്തെ കണ്ട് അയാൾ മനഃപൂർവ്വം വീണതാണോ എന്നൊന്നും അറിയില്ല. രണ്ടുപേരുടെ കിടക്കുന്നു താഴോട്ട്. സത്യം പറയാലോ, വലിയൊരു ആനപ്പുറത്ത് ഒരു ചെറിയ അണ്ണാൻ കയറി ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. അയാളുടെ മുകളിലേക്ക് മേഡം വീണപ്പോൾ ഒന്ന് പോയാടാ, തള്ളി മറിക്കാതെ. ഞാൻ അറിഞ്ഞ മാർക്കോയ്ക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ലടാ, അവരോട് ദേഷ്യം പോലെയാണ്. മോനെ അഖിൽക്കുട്ടാ, അതൊക്കെ പണ്ട് നിൻ്റെ ചേട്ടൻ പഠിച്ച കാലത്ത്. ഇതൊക്കെ ഇപ്പം മാറി. അയാളുടെ കണ്ണിൽ ഞാൻ കണ്ടതാ മേഡത്തിനോടുള്ള ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയില്ലേ, അതായിരുന്നു അവിടെ ശരിക്കും. അല്ല പിന്നെ, അല്ലെങ്കിൽ ഈ കോളേജിൽ എത്രയോ അധ്യാപകരുണ്ട്. അവർക്ക് ആർക്കെങ്കിലും മേഡത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോരെ? അതും പോടെ, മേഡത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഇവിടുത്തെ ചെയർമാൻ നേരിട്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അയാളുടെ ഡ്രൈവറെ വിട്ടാൽ പോരെ? അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് കൊണ്ടുപോയില്ലേ? അതും കൂടെ കേട്ടപ്പോൾ റിച്ചുവിൻ്റെ ദേഷ്യം നാലിരട്ടിയായി. പിന്നെ അവൻ ഒന്നും നോക്കിയില്ല. കലി കയറി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ഐസിയുവിൻ്റെ മുൻപിൽ അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു മാർക്കോ. ഓഫീസ് മുറിയിൽ ഇരുന്ന് മടുത്തപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഫോണും കാറിൻ്റെ കീയും എടുത്തുകൊണ്ട് താഴേക്ക് വരുമ്പോഴാണ് രണ്ടാമത്തെ നിലയിൽ നിന്ന് ആകെ ബഹളവും കരച്ചിലും കേൾക്കുന്നു. ടീച്ചർ, ആരെങ്കിലും ഓടി വരണേ, ഓടിവായു, ശ്രീ ടീച്ചർ വീണു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് മാർക്കോ തിരിഞ്ഞു. സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാനേജറെ ഏൽപ്പിക്കാറുള്ളത് മാർക്കോ. എന്തുകൊണ്ടോ അന്ന് സ്വയം അങ്ങോട്ട് നടന്നു. ഒരു ചെറുക്കൻ്റെ കയ്യിൽ ബോധമില്ലാത്ത നിലയിൽ അവൾ. മൂക്കിൽ കൂടെ രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. അത് കണ്ടപ്പോൾ മാർക്കോയുടെ ഹൃദയമിടിപ്പ് താളം തെറ്റി. അവൾ ഈ കോളേജിലെ പുതിയ കെമിസ്ട്രി ടീച്ചറാണ്, ശ്രീഭദ്ര. ഇന്ന് രാവിലെയാണ് അവളെ ആദ്യമായി കാണുന്നത് തന്നെ. റോസ് നിലത്തിലുള്ള സാരിയിൽ ദേവതയെ പോലെ സുന്ദരിയായവൾ.
ഇന്ന് രാവിലെ അത്രത്തോളം അവളുടെ മുഖത്തേക്ക് നോക്കി താൻ ഇരുന്നു എന്നത് അവന് തന്നെ അത്ഭുതമായിരുന്നു. പക്ഷേ ഇപ്പോൾ വല്ലാതെ വിളറി വെളുത്തിരിക്കുന്നു ആ സുന്ദര മുഖം. അവളുടെ മൂക്കിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തം ആ റോസ് സാരിയിൽ പുരളുന്നുണ്ടായിരുന്നു. BP കൂടിയിട്ടുണ്ട് അവൾക്ക് എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ അവന് മനസ്സിലായി. രാവിലെ മുതലുള്ള അവളുടെ പെരുമാറ്റത്തിൽ നിന്നു തന്നെ അറിയാം എന്തോ ഗുരുതരമായ പ്രശ്നം അവളെ അലട്ടുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ലാത്തതെന്ന് കരുതി മാർക്കോ ആ ചെറുക്കൻ്റെ കയ്യിൽ നിന്നും അവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്ത് പിന്നെ ആരെയും നോക്കാതെ ഒന്നിനും നിൽക്കാതെ അവന് കഴിഞ്ഞില്ല. അവളെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവളുടെ മുഖത്ത് വീണ്ടും ആ ചിരി കാണണം. അത് മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. കാർ റെഡിയാക്കു നീരവ്. അവൻ്റെ ഗർജനം പോലുള്ള ശബ്ദം കോളേജ് വരാന്തയിൽ മുഴങ്ങി. അവളെ കൈകളിൽ വഹിക്കുമ്പോൾ മാർക്കോ അറിഞ്ഞു ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടതുമായ ഒന്നിനെയാണ് താൻ താങ്ങിയിരിക്കുന്നതെന്ന്. അവളുടെ തല തൻ്റെ തോളിലേക്ക് ചായുമ്പോഴും മുടിയിഴകൾ തൻ്റെ കഴുത്തിൽ സ്പർശിക്കുമ്പോഴും മാർക്കോയുടെ ഉള്ളിൽ ഒരു ചെറിയ മിന്നൽ പിണർപ്പ് കടന്നുപോയി. വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന തൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ആ നിമിഷം തുറക്കപ്പെടുകയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു. കാറിൻ്റെ പിൻസീറ്റിൽ അവളെ കിടത്തി അതിലേക്ക് അവനും കയറിയിരുന്നു. അവളുടെ തല തൻ്റെ മടിയിലേക്ക് വെച്ച് വണ്ടി ഹോസ്പിറ്റലിലേക്ക് പാറുകയായിരുന്നു. വണ്ടിയുടെ വേഗത ഒട്ടും പോരാത്തതുപോലെ തോന്നി. അവൻ നീരവിൻ്റെ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. വേഗത്തിൽ പോകൂ നീരവ്. ഒരു വിധത്തിലുള്ള വികാരങ്ങളും ആ മുഖത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ്. എന്നാൽ ഇന്ന് കാണുന്ന കടുത്ത പരിഭ്രമം നീരവിന് അത്ഭുതമായിരുന്നു. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് വെളുത്ത തൂവാലയെടുത്ത് അവളുടെ മൂക്കിലെ രക്തം മെല്ലെ തുടച്ചു. അവളുടെ മുഖം അത്രമേൽ ശാന്തമായിരുന്നു. ആ അടഞ്ഞ കൺപീലികളിലേക്ക് നോക്കി നിൽക്കെ മാർക്കോയ്ക്ക് അവളോട് നിഗൂഢമായ എന്തൊക്കെയോ വികാരങ്ങൾ തോന്നിത്തുടങ്ങിയിരുന്നു. ശ്രീഭദ്ര, അവളുടെ പേര് അവൻ മനസ്സിൽ പന്ത്രിച്ചു. പുതിയതായി ജോയിൻ ചെയ്ത ടീച്ചറാണ്. രാവിലെ അവൾ തന്നെ പറഞ്ഞതാണ്. എന്നാൽ അവളെ കണ്ട ആദ്യ നിമിഷം തന്നെ അവളിൽ എന്തോ ഒരു പ്രത്യേകത തന്നെ അവളിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു. ശരവേഗത്തിൽ മാർക്കോയുടെ വണ്ടി സിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ മാർക്കോ തന്നെ അവളെ സ്ട്രെച്ചറിലേക്ക് കടത്തി. മറ്റാരെയും നോക്കി നിൽക്കാനുള്ള ക്ഷമയൊന്നും അവനുണ്ടായിരുന്നില്ല. ഡോക്ടർമാർ ഓടി വന്നു. എമർജൻസി കേസാണ്, BP ഷൂട്ടപ്പ് ആയിരിക്കുകയാണ്. ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞു. അവളെ ICUവിലേക്ക് മാറ്റുമ്പോൾ ആ വാതിൽ അടയുന്നത് വരെ മാർക്കോ അവിടെ തന്നെ നിന്നു. അവൻ്റെ ഷർട്ടിലും കയ്യിലും അവളുടെ രക്തത്തിൻ്റെ കറയുണ്ട്. സാറേ, ഷർട്ടിലും ദേഹത്തുമൊക്കെ രക്തക്കറയാണ്. ഈ ഡ്രസ്സ് മാറുകയാണെങ്കിൽ അതൊന്നും വേണ്ട നീരവ്. സാറേ, ഇങ്ങനെ ഇരിക്കാനും ഇപ്പോൾ ഒരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ഷർട്ട് മാറ്റുന്നില്ല. സാറേ, ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കണമെന്നൊന്നുമില്ല. ഞാനൊരു റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോകാം. അതും പറഞ്ഞ് ICUവിൻ്റെ മുൻപിലുള്ള കസേരയിലേക്ക് അവനിരുന്നു. എൻ്റെ ശിവനെ, ഞാൻ എന്താ ഈ കാണുന്നത്? സ്വന്തം അപ്പൻ സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടന്നിട്ട് ആശുപത്രിയിലെ മണം തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങേരുടെ ജീവൻ പോകുന്നിടം വരെ ആശുപത്രിയിൽ പോകാത്ത മകനാ ഈ ഇരിക്കുന്നത്. നീരവ് മനസ്സിലോർത്തു. എൻ്റെ ഭദ്രക്കൊച്ചേ, നീ എങ്ങനെയാടി ഇതുവരെ ആർക്കും ഇളക്കാൻ കഴിയാത്ത ഈ മാർക്കോയുടെ ഹൃദയം അങ്ങ് സ്വന്തമാക്കിയത്? ഇടിച്ചു കയറുകയല്ലായിരുന്നോ നീ ഈ നെഞ്ചിൽ കൂട്ടിലേക്ക്? അവൻ ഇടത് നെഞ്ചിലെ ഒന്ന് തിരുമി. മാർക്കോയുടെ മുഖത്ത് അപ്പോഴും ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് കിളിയും പറത്തിക്കൊണ്ട് നിൽക്കുകയാണ് പാവം നീരവ്. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ബോധം വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ മാർക്കോയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത അത്രയും സുന്ദരമായ ഒരു ചിരി. മാർക്കോ ദീർഘമായി ഒന്ന് ശ്വാസം വിട്ടു. ഡോക്ടർ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് BP കൂടാൻ എന്താ പ്രശ്നം? ഇതുവരെയുള്ള പരിശോധനയിൽ മനസ്സിലായത് ഈ കുട്ടിക്ക് കാര്യമായ എന്തോ മാനസിക സംഘർഷമുണ്ട്. അതിൻ്റെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം. അതെന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതും പറഞ്ഞ് ഡോക്ടർ മുന്നിലേക്ക് നടന്നു നോക്കി. പിന്നെ ഒട്ടും നേരം കളയാതെ മാർക്കോ അവളെ കടത്തിയിരിക്കുന്ന മുറിയിലേക്ക് നടന്നു. മാർക്കോയുടെ നോട്ടം ഒന്നും അറിയാതെ ശാന്തമായി ആ ബെഡിൽ കിടന്നുറക്കുന്നവളിലേക്ക് മാത്രമായിരുന്നു. അവളുടെ വലത് കൈയിലേക്ക് IV ട്യൂബ് കണക്ട് ചെയ്തിരിക്കുന്നു. അവൻ്റെ കണ്ണുകൾ അവളിലൂടെ മുഴുവനായി ഒന്നോടി. ആ മുഖത്തെ ക്ഷീണം അവനെ വല്ലാതെ അലട്ടിയിരുന്നു. എൻ്റെ പെണ്ണിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം. അതിന് കാരണക്കാർ ആരാണെങ്കിലും ഇനി അവരെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിൽ അത് പറയുമ്പോഴും അവൻ്റെ മുഖത്ത് ഒരു ക്രൂരത നിറഞ്ഞു നിന്നിരുന്നു. മോളെ ശ്രീ, കരച്ചിലൂടെയുള്ള ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടാണ് മാർക്കോ വാതിലിൻ്റെ ഭാഗത്തേക്ക് നോക്കുന്നു. അയ്യോ എൻ്റെ മോളെ ശ്രീ, എന്നെ പറ്റി മോളെ ഇതൊക്കെ? കരഞ്ഞുകൊണ്ട് സ്ത്രീയുടെ അടുത്തേക്ക് ഓടി വരുന്ന അമ്മയെ മാർക്കോ ശ്രദ്ധിച്ചു. ഉണർത്തേണ്ട, മരുന്നിൻ്റെ സഡേഷനിലാണ്, കുറച്ചുകൂടെ കഴിയും ഉണരാൻ.
ഗൗരവം നിറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോഴാണ് നിമ്മിയും മുകുന്ദനും ആ വശത്തേക്ക് നോക്കുന്നത്. മോനാണോ എൻ്റെ മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്? നന്ദിയോടെ അത് ചോദിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് അവൻ നടന്നു വന്നു. അതെ, ഞാൻ മാർക്കോ. മാർക്കോ പാലോമറ്റത്ത് സേവ്യറിൻ്റെ മകൻ മാർക്കോ സേവ്യർ. ഇതെൻ്റെ കോളേജാണ്. ഇന്ന് രാവിലെ മുതൽ ഇത് 2ാമത്തെ തവണയാണ് വീഴുന്നത്. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ, എൻ്റെ മോള്. ഒത്തിരി നന്ദിയുണ്ട് മോനെ, എൻ്റെ മോളെ രക്ഷിച്ചതിന്, നിമ്മി പറഞ്ഞു. താനൊന്ന് അടങ്ങിക്കേ നിമ്മി, ഞാനൊന്ന് ഡോക്ടറെ കാണട്ടെ, മുകുന്ദേട്ടൻ പറഞ്ഞു. മുകുന്ദേട്ട, സുരഭി മോളെ ഒന്ന് വിളിക്കേ, അവൾക്കല്ലേ മോളുടെ കാര്യങ്ങളൊക്കെ അറിയൂ. അത്രയും പറഞ്ഞ് നിമ്മി വേഗം നിർത്തി. മുകുന്ദൻ കണ്ണുകൾ കൊണ്ട് കാണിക്കുന്നത് മാർക്കോ കണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല മോനെ, മോൾ കഴിഞ്ഞിടെ ഒന്ന് വീണിരുന്നു, അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന്. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. അതും പറഞ്ഞ് അവളെ ഒന്നുകൂടെ നോക്കിയിട്ട് മാർക്കോ ഇറങ്ങാനൊരുങ്ങുമ്പോഴാണ് അവൾ കണ്ണുകൾ പതുക്കെ തുറന്നത്. ശ്രീ ആദ്യം കാണുന്നത് മുകളിൽ കറങ്ങുന്ന ഫാനായിരുന്നു. ഒപ്പം ചുറ്റിലും തനിക്ക് പരിചിതമായ ഗന്ധവും. അവളുടെ കണ്ണുകൾ നാലുപാടും സഞ്ചരിച്ചു. അപ്പോഴാണ് അവൾ തന്നെ നോക്കി നിൽക്കുന്ന മാർക്കോയെ കാണുന്നത്. അവൻ്റെ ആ നോട്ടം തന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് മനസ്സിലായപ്പോൾ അവൾ വേഗം നോട്ടം അവനിൽ നിന്നും മാറ്റി. അപ്പോഴാണ് കണ്ണീരോടെ വെപ്രാളത്തോടെ നിൽക്കുന്ന അച്ഛനെയും അമ്മയെയും കാണുന്നത്. അവളുടെ മുഖത്തൊരു ചിരി വിടർന്നു. മാർക്കോ അവളുടെ മുഖം തന്നെ വീക്ഷിക്കുകയായിരുന്നു. ആ മുഖത്ത് വിടരുന്ന ചിരിക്ക് പോലും വല്ലാത്തൊരു സൗന്ദര്യമുണ്ടെന്ന് തോന്നിപ്പോയി അവന്. എൻ്റെ മോളെ, നീ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അച്ഛനെയും അമ്മയും. എന്താ മോളെ, നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടേ പറയണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ, പെട്ടെന്നൊന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി. അച്ഛനോടും അമ്മയോടും കൊഞ്ചി സംസാരിക്കുന്ന ആ കുഞ്ഞി പെണ്ണിനോട് അവന് വല്ലാത്തൊരടുപ്പം തോന്നി. അവളുടെ മുഖത്ത് വിടരുന്ന ആ തെളിച്ചം, കണ്ണിലെ പ്രകാശം, അതിലെ ചിരി, അതെല്ലാം ആ അച്ഛനും അമ്മയും നിറഞ്ഞു നിൽക്കുന്ന സുന്ദര ലോകത്താണ്. അപ്പോൾ ശരി ശ്രീഭദ്ര മാഡം, നമുക്ക് കോളേജിൽ കാണാം. തിരിച്ചു മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അവൻ മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. സുരഭി, നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. നിന്റെ കസിൻ്റെ വൈഫാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക ശ്രദ്ധ വേണം, അതല്ലേ? എൻ്റെ മഞ്ജു, നീ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് എന്നെ കളിയാക്കാൻ നിൽക്കണ്ട. എനിക്കിപ്പോൾ അങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. ഫോണിലൂടെ സുരഭിക്ക് മറുപടി കേൾക്കുമ്പോഴും തൻ്റെ മുന്നിൽ പരിഭ്രാന്തിയോടെ ഇരിക്കുന്ന മുകുന്ദനിലായിരുന്നു മഞ്ജുവിൻ്റെ കണ്ണുകൾ. അങ്കിളും ആൻറ്റിയും ടെൻഷനാകാനൊന്നും വേണ്ട. ഞാനും സുരഭിയും ഒന്നിച്ചായിരുന്നു MBBS ചെയ്തത്. വി ആർ ഗുഡ് ഫ്രണ്ട്സ്. പിന്നെ ശ്രീഭദ്രയുടെ കാര്യം, അയാൾക്ക് നേരത്തെ ഉണ്ടായ ആ അപകടത്തിൽ തലയുടെ സൈഡിലായി ചെറിയ രീതിയിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്. അതൊക്കെ സുരഭിമോൾ പറഞ്ഞിരുന്നു മോളെ. അതിന് വേണ്ടിയിട്ടുള്ള ഗുളികയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഗുളിക കൊടുത്ത കാര്യത്തെപ്പറ്റിയെല്ലാം സുരഭി പറഞ്ഞു അങ്കിൾ. പക്ഷേ ഇന്നെന്തോ കാര്യം കൊണ്ട് ഓവറായി ആൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. BP വളരെ കൂടുതലാണ്, 200-ലൊക്കെയാണ് നിന്നത്. അങ്ങനെ BP ഹൈ ആകുന്ന സമയത്ത് ചെറിയ രക്തക്കുഴലുകളൊക്കെ പൊട്ടിയതാണ് ഇങ്ങനെ ബ്ലീഡിങ് വരുന്നത്. എന്താണെങ്കിലും ഇയാളുടെ മനസ്സിൽ എന്തോ ഒരു ഭയം തട്ടിയിട്ടുണ്ട്. അതെന്താണെങ്കിലും നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മളിപ്പോൾ MRI എടുത്തപ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെറുതായി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മെഡിസിൻ എടുത്തേ മതിയാകൂ. ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം ഫിക്സ് ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവ് തമ്പുരാനെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് എൻ്റെ കുഞ്ഞിന്. അമ്മ പേടിക്കണ്ട, ഇത് ഈ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായതാ, അല്ലാതെ ഇയാൾക്ക് സ്ഥിരമായി അപസ്മാര രോഗമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഒരു തവണ കൂടെ ഫിക്സ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കൊരു വീഡിയോ EEG എടുത്ത് നോക്കാം. മോളെ, ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതിനെന്താ, ആളിപ്പോൾ പെർഫെക്റ്റ് ആണ്. അതുമാത്രമല്ല, അയാളുടെ മാനസിക സംഘർഷത്തിന് ഹോസ്പിറ്റലിനേക്കാൾ നല്ലത് വീട് തന്നെയായിരിക്കും. നിങ്ങളെല്ലാവരും സംസാരിച്ച് കഴിയുമ്പോൾ തീരാവുന്ന പ്രശ്നങ്ങളെ കാണും. എന്താണെങ്കിലും ഒരാഴ്ച മരുന്നൊക്കെ കഴിച്ചിട്ട് ഒന്നുകൂടെ ഇങ്ങോട്ട് വരും. എന്നിട്ട് വേണ്ടത് നമുക്കങ്ങ് തീരുമാനിക്കാം. റിച്ചു കോളേജിൽ നിന്ന് വന്നപ്പോൾ മുതൽ അച്ഛനെയും അമ്മയും മാറി മാറി വിളിക്കുകയാണ്. രണ്ടുപേരും ഫോൺ എടുക്കുന്നുമില്ല. കോപ്പ്, ഇതെന്ത് ഉണ്ടാക്കാനായിട്ടാണ് രണ്ടിനൊക്കെ കൊണ്ടു നടക്കുന്നത്? 24 മണിക്കൂറും ഫോണും വിളിച്ചുകൊണ്ട് നടക്കുന്നവരാ. അതൊക്കെ വിളിച്ചാൽ എടുക്കത്തില്ല. റിച്ചു, നീ ഉറങ്ങിയോ? റിച്ചു, നീ എവിടെയാ? റിച്ചു, നീ എപ്പോഴാണ് വരുന്നത്? ഇപ്പോൾ രണ്ടിനും വിളിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. മനുഷ്യൻ്റെ സമാധാനം കളയാനായിട്ട് ഓരോന്ന് വന്ന് തലയിൽ കയറിക്കോളും, അപ്പനായിട്ടും അമ്മയായിട്ടും. റിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് കയ്യിലിരുന്ന ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങിയത്. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഫോൺ കയ്യിൽ നിന്നും താഴേക്ക് പോയി. നിലം പതിക്കുന്നതിന് മുൻപ് തന്നെ അവൻ അത് തടഞ്ഞു നിർത്തി. വഴുതി വീഴാതെ കയ്യിലാക്കി. നിന്റെ ആരെങ്കിലും അവിടെ ചാവാൻ കിടക്കുന്നുണ്ടോ? കുറേ നേരമായിട്ട് നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന് കാര്യം അറിയില്ലേ? പിന്നെ ഞാൻ എന്തിനാ ഇത്രയും പ്രാവശ്യം വിളിച്ചതെന്ന്? എൻ്റെ അറിവിൽ നിനക്കിപ്പോൾ വിളിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പറയാൻ നോക്ക്, കിടന്ന് തുള്ളാതെ.
പല്ല് ഞെരിച്ചുകൊണ്ട് അവനൊന്ന് മൂളി. മുകുന്ദൻ അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല എന്ന മട്ടിൽ പിടിച്ചു നിൽക്കുകയാണ്. എടാ കള്ളത്തെമ്മാടി, നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ പറയിക്കും ഞങ്ങളുടെ പെങ്കൊച്ചിനെ നിനക്ക് വേണമെന്ന്. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അപ്പനല്ലേടാ, എന്നോട് വേണോ നിന്റെ കള്ളക്കളി? ഡോക്ടർ എന്താ പറഞ്ഞത്? അവിടെയും ഇവിടെയും തട്ടാതെയുള്ള ആ ചോദ്യമായിരുന്നു റിച്ചുവിൻ്റെ വശത്തു നിന്നും. ഓ, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എല്ലാ മാസത്തെയും പോലെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളികയൊക്കെ കഴിക്കണം. പിന്നെ മധുര പലഹാരങ്ങളൊന്നും കഴിക്കരുത്. വറുത്തതും പൊരിച്ചതും ഒന്നും തൊടാൻ പാടില്ല. അത് നിനക്കറിയാമല്ലോ. നിന്റെ അമ്മ എന്തെങ്കിലും തന്നിട്ട് വേണ്ടേ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ? അച്ഛനോട് അച്ഛൻ്റെ ഡോക്ടർ എന്തു പറഞ്ഞു എന്നല്ല ഞാൻ ചോദിച്ചത്. അവളെ കാണിച്ച ഡോക്ടർ എന്തു പറഞ്ഞു എന്നാണ് ചോദിച്ചത്. ഇനി ഞാൻ ചോദിക്കാഞ്ഞിട്ടാണ് അച്ഛൻ ഉത്തരം പറയാതിരിക്കുന്നതെന്ന് വേണ്ട. ഓ, അങ്ങനെ വഴിക്ക് വാടാ തെമ്മാടി. അത് മനസ്സിൽ പറഞ്ഞ് ഒരു ചിരിയോടെ മുകുന്ദൻ സംസാരിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മനസ്സിൽ എന്തോ കയറി പറ്റിയിട്ടുണ്ടെന്ന്. അത് ആലോചിച്ചാലോചിച്ച് മനസ്സ് പുകച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ചെറിയ രീതിയിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ട്. അത് അലിഞ്ഞു പോകാനുള്ള മരുന്നൊക്കെ ഡോക്ടർ ഒത്തിരി തന്നു. ഒത്തിരി ടെൻഷനൊന്നും കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഇനിയും ടെൻഷൻ കൊടുത്താൽ ഇതുപോലെ വീഴും. ചിലപ്പോൾ ഉണർന്നില്ലെന്നും വരും. അവനൊന്ന് മൂളിക്കൊണ്ട് ഫോൺ കട്ട് ചെയ്തു. നിങ്ങൾ എന്തിനാ മുകുന്ദേട്ട ഇല്ലാത്തതൊക്കെ ആ ചെറുക്കനോട് വിളിച്ചു പറഞ്ഞത്? ഇനി അവൻ അതും ആലോചിച്ച് പുതിയ പൊല്ലാപ്പുകൾ ഉണ്ടാക്കി വെക്കും. നീ ഒന്ന് പോയേടി. അവൻ എൻ്റെ അല്ലേ പുത്രൻ. കള്ളത്തമ്മാടിയുടെ മനസ്സിൽ മോളുണ്ട്. അത് തുറന്ന് സമ്മതിക്കാൻ അവന് വയ്യാത്തതാണ്. നമുക്ക് നോക്കാം അവൻ എത്ര നാൾ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുമെന്ന്. നമുക്കെന്നാ ഇറങ്ങാൻ നിമ്മി. ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് വരാം. നിങ്ങൾ പോയി വണ്ടി എടുക്കാൻ നോക്ക്. പരിണയം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. പിന്നെ നിങ്ങളോട് പറയാനൊരു സന്തോഷ വാർത്തയുണ്ട്. ഇന്നലെ രാത്രി നമ്മുടെ ഫോളോവേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 1K കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളും 1000 കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ്. അപ്പോൾ ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. താങ്ക് യു.